ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N. വിജയകുമാറിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ടാണ് SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ വിജയകുമാറിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഒറ്റ ദിവസത്തെ കസ്റ്റഡിയാണോ SIT ആവശ്യപ്പെട്ടിരുന്നത്? സ്മൃതി, ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് SIT സംഘം ആവശ്യപ്പെട്ടത്. വിജയകുമാറിനെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തണമെന്ന കാര്യം കോടതി അറിയിച്ചു. ഒരു ദിവസത്തെ കസ്റ്റഡി ആയതിനാൽ തന്നെ മറ്റ് വലിയ വാദങ്ങളിലേക്കൊന്നും കടക്കാതെ വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയൊക്കെ കോടതിയിൽ നൽകുന്നത്. വിജയകുമാറിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഭരണസമിതിയിലെ അംഗമായിരുന്നു വിജയകുമാർ. ഒപ്പം തന്നെ അദ്ദേഹം CPM പ്രതിനിധിയായാണ് ഈ ഭരണസമിതിയിലേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഈ SITക്ക് നൽകിയിരുന്ന ഒരു മൊഴി പത്മകുമാർ അറിഞ്ഞാണ്, ഇല്ലെങ്കിൽ പത്മകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നൊരു മൊഴിയാണ് ഇദ്ദേഹം SIT സംഘത്തിന് നൽകിയത്. ഈ പത്മകുമാറിന് ഉൾപ്പെടെ വിശദമായി SIT മുൻപ് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ മൊഴികളെല്ലാം ഒരു വട്ടം കൂടി വിലയിരുത്തുന്നതിനും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിജയകുമാറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും വേണ്ടിയാണ് SIT എന്തായാലും ഒരു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കസ്റ്റഡി കോടതി അനുവദിക്കുകയും ചെയ്തു. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി വിജയകുമാറിനെ വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ തിരികെ ഹാജരാക്കും. സ്മിതി.